എന്നോട് പലരും ചോദിക്കാറുണ്ട് എൻ്റെ 34 വർഷത്തെ നയതന്ത്ര ജീവിതത്തിൽ ഏതായിരുന്നു ഏറ്റവും നല്ല പോസ്റ്റിംഗ്. ഞാൻ ശരിക്കും ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ദുബായ് തന്നെയായിരുന്നു. ദുബായിലാണ് സാധാരണ ഒരു നയതന്ത്രജ്ഞൻ പ്രവർത്തിക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകിയത്. സാധാരണ ഒരു ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ നമ്മൾ പോകുന്ന രാജ്യത്തിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് മിങ്കിൾ ചെയ്യുന്നത്, മിക്സ് ചെയ്യുന്നത്. അവിടുത്തെ മിനിസ്റ്റേഴ്സ്, അവിടുത്തെ MP-മാർ, അവിടുത്തെ ടോപ്പ് ജേർണലിസ്റ്റ്, അവിടുത്തെ ടോപ്പ് ഇൻ്റലക്ച്വൽസ്, അവരെല്ലായിട്ടുമാണ് നമുക്ക് കോണ്ടാക്റ്റ്. ഞാൻ ദുബായിൽ ജീവിച്ച് പ്രവർത്തിച്ചപ്പോൾ നേരെ മറിച്ച് എനിക്കുണ്ടായിരുന്ന അനുഭവം ഞാനൊരു NGO ആണ് എന്നുള്ളതാണ്. ഞാനൊരു അവിടുത്തെ ഇന്ത്യൻ അസോസിയേഷൻസെയും ഇന്ത്യക്കാരെയും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ കോർഡിനേഷനിലൂടെ ആണ് നമ്മുടെ സമൂഹത്തിന് വെൽഫെയർ നൽകാൻ സാധിക്കുന്നത്. ആ കോർഡിനേഷനിലൂടെ എനിക്ക് ഒരുപാട് നന്മ ചെയ്യാൻ സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. ദുബായ് പോലെ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ശരിക്കും അവിടുത്തെ ഇന്ത്യൻ സമൂഹം തന്നെയാണ്. ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ അവിടുത്തെ പണക്കാർ എല്ലാം പാവപ്പെട്ട നിലയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളവരാണ്. ഒരു നല്ല കാര്യത്തിന് എന്നും പൈസ തരാൻ തയ്യാറായിട്ടുള്ള പണക്കാരാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് വലിയൊരു മിഡിൽ ക്ലാസ്സാണ്. അതിൽ ഡോക്ടേഴ്സുണ്ട്, ടീച്ചേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, ഫിനാൻസ് പ്രൊഫഷണൽസ് ഉണ്ട്. അവരെല്ലാം വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അവരുടെ കഴിവുകളെയും അവരുടെ എനർജിയെയും നമുക്ക് ഹാർനസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ആ ലോവർ ലെവലിലുള്ള വർക്കേഴ്സിൻ്റെയും പാവപ്പെട്ടവരുടെയും ട്രാഫിക്കിങ്ങിന് ഇരയായവരുടെയും ആശുപത്രിയിൽ കിടക്കുന്നവരുടെയും എല്ലാം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും. അതിൽ പരിപൂർണമായി ഞാൻ ഏർപ്പെടുകയും എൻ്റെ ദുബായ് ജീവിതം ഏകദേശം 3 വർഷം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇതിനായിട്ടായിരുന്നു ഡെഡിക്കേറ്റഡ്. ദുബായിൽ ഞാൻ ഇന്ത്യൻ കൺസുൽ ജനറലായി പ്രവർത്തിച്ചിരുന്ന ആ സമയത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വെൽഫെയർ നൽകുക എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി എന്ന് എനിക്ക് സ്വയം ബോധ്യമുണ്ടായി. പക്ഷെ അതിന് തുടർച്ചയായി ഞാൻ റെക്കഗ്നൈസ് ചെയ്ത ഒരു കാര്യം, നമുക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അവിടുത്തെ ലോക്കൽ അറബ്സ്, പ്രത്യേകിച്ചും ഒഫീഷ്യൽ പൊസിഷൻസിലുള്ള ലോക്കൽ അറബ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു തുല്യ പ്രയോറിറ്റി ആയിട്ട് ഞാൻ എടുത്തത് അവിടുത്തെ ലോക്കൽ അറബ്സിനെ കാണുകയും അവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിളിച്ച് അവരുടെ സഹായം തേടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ചെന്ന് കണ്ട ഒരാൾ ഷാർജയിലെ പോലീസ് ചീഫായിരുന്നു. പുള്ളി ഒരു രസികനായിരുന്നു. പുള്ളി പറയുന്നത്, മിസ്റ്റർ കൺസുൽ ജനറൽ, പ്ലീസ് ടെൽ യുവർ പീപ്പിൾ. ഷാർജ എന്ന് പറയുന്നത് UAE-യിൽ തന്നെ അല്പം വ്യത്യാസമുള്ളതും കുറച്ചുകൂടെ കൺസർവേറ്റീവായ ഒരു എമിറേറ്റാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത്, മിസ്റ്റർ കൺസുൽ ജനറൽ, പ്ലീസ് ടെൽ യുവർ പീപ്പിൾ, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആൾക്കാരോട് പറയൂ, കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ദയവായി വീട്ടിനകത്ത് തന്നെ ഇരിക്കുക, റോഡിലേക്ക് വരരുത്. റോഡിൽ വന്നാൽ എനിക്ക് വേറെ മാർഗമില്ല അറസ്റ്റ് ചെയ്യാതെ ഇരിക്കാൻ. സോ കള്ളു കുടിച്ച് റോഡിൽ വന്നാൽ ഞാൻ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവർ അഥവാ കള്ളു കുടിക്കുകയാണെങ്കിൽ വീടിനകത്ത് തന്നെ ഇരിക്കണമെന്ന് നിർബന്ധം പറയാമെന്ന് അദ്ദേഹം തമാശ രൂപേണ എന്നോട് ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞതാണ്. അത് ഈ പലപ്പോഴും നമ്മുടെ ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു വിദേശ രാജ്യമാണ്, അവിടെ വിദേശ രാജ്യത്തിലെ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും എന്നുള്ളത് പലരും മറക്കുന്നു. പ്രത്യേകിച്ച് മദ്യപിക്കുകയും മദ്യപാനമൊക്കെ കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ ലോക്കൽ അധികാരികൾക്ക് പോലും അവർക്ക് ഇന്ത്യക്കാരോട് സ്നേഹമാണ്, മമതയാണ്, നമ്മൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ അവരുടെ നിയമങ്ങൾ ലംഘിച്ചാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അതുപോലെ പല കേരളത്തിൽ നിന്നെല്ലാം വരുന്ന രാഷ്ട്രീയക്കാരോടെല്ലാം നിരന്തരം ഞങ്ങൾക്ക് പറയേണ്ടിയിരുന്നു, ദയവായി നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ഇത് കേരളത്തിൻ്റെ ഭാഗമാണെന്നോ ഇന്ത്യയുടെ ഭാഗമാണെന്നോ ഇന്ത്യയുടെ ഒരു നഗരത്തെ പോലെ ആണെന്നോ ഒന്നും ഒരിക്കലും പറയരുത്. എന്നും ഓർത്തിരിക്കണം, ഇതൊരു വിദേശ രാജ്യമാണ്.
അവർ നമ്മളെ അനുവദിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു അവിടെ ചെന്ന് ജീവിക്കാനും വർക്ക് ചെയ്യാനുമുള്ള അനുവാദം തന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജനങ്ങൾ അവിടെ ചെന്ന് ഇത്ര നന്നായി ചെയ്യുന്നു, അവരുടെ നിന്ന് റെമിറ്റൻസസ് വരുന്നു, അവരവരുടെ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ വിദേശ രാജ്യത്താണ് ജീവിക്കുന്നതെന്നുള്ളത് ഒരിക്കലും മറക്കരുതെന്ന് കേരളത്തിൽ നിന്ന് വരുന്ന രാഷ്ട്രീയക്കാരോട് പലപ്പോഴും പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. ഈ അറബ്സുമായിട്ട് വലിയൊരു ശൃംഖല കോണ്ടാക്ട്സ് ഉണ്ടാക്കിയത് കാരണം എൻ്റെ എല്ലാ ഇൻഡിപെൻഡൻസ് ഡേ ഫങ്ഷൻസും റിപ്പബ്ലിക് ഡേ ഫങ്ഷൻസിനും എല്ലാം അവിടുത്തെ ടോപ്പ് ലീഡേഴ്സ് തന്നെ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. എമിറേറ്റ്സിൻ്റെ ചെയർമാനും ദുബായ് ഭരണാധികാരിയുടെ അമ്മാവനുമായ ഷെയ്ഖ് അഹമ്മദ് നമ്മുടെ പല പരിപാടികളും വന്ന് പങ്കെടുത്തു. ഇന്നത്തെ റാസൽ ഖൈമയുടെ റൂളർ പല പരിപാടികളിലും വന്നിട്ടുണ്ട്. അവിടുത്തെ ടോപ്പ് മിനിസ്റ്റേഴ്സ്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ, ഫോറിൻ മിനിസ്റ്റർ, അവരെല്ലാവരും പല പ്രോഗ്രാംസിലും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് അവിടെ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആയിരുന്ന ഷെയ്ഖ ലുബ്ന എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഇന്ത്യയോട് പ്രത്യേകം സ്നേഹമുണ്ടായിരുന്നു. അവർ വിദ്യാഭ്യാസത്തിന് ശേഷം ആദ്യത്തെ അവരുടെ ജോലി അമേരിക്കയിലുള്ള ഒരു ഇന്ത്യൻ കമ്പനിയോടായിരുന്നു. ഇന്ത്യൻ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സും ഇന്ത്യൻ പ്രൊഫഷണൽസിനോടൊപ്പമാണ് അവർ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് അവർക്ക് ഇന്ത്യയോട് പ്രത്യേകം മമത ഉണ്ടായിരുന്നു. ആ ബോംബെയിലെ ടെററിസ്റ്റ് അറ്റാക്ക് സംഭവിച്ചപ്പോൾ അവർ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, വളരെ സങ്കടമുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവൻ വിളിച്ചു കൂട്ടിക്കൊണ്ട് ആ ബോംബെ അറ്റാക്സിനോട് ഒരു പ്രതിഷേധം എന്ന നിലയ്ക്കും അതിൽ മരണപ്പെട്ട വ്യക്തികളുടെ ഓർമ്മയ്ക്കുമായിട്ട് ഒരു മെമ്മോറിയൽ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ കോൾ വരുന്നത്. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളും വന്ന് പങ്കെടുക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി ഐ വിൽ ബി ഹാപ്പി ടു കം, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു ടു ടെൽ മീ ദാറ്റ് ദർ ഇസ് സംതിങ്, ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അവർ വന്ന് പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് എൻ്റെ ദുബായ് ജീവിതത്തിലെ മറ്റൊരു വലിയൊരു നേട്ടമെന്ന് പറയുന്ന അവിടുത്തെ അറബ്സുമായി അടുത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുക, അവിടുത്തെ ഡയറക്ടർ ഇമിഗ്രേഷനുമായി, അവിടുത്തെ പോലീസ് ചീഫുമായി വലിയ UAE-യിൽ കൂടെ ആംനസ്റ്റി ഡിക്ലെയർ ചെയ്യാറുണ്ട്. ആംനസ്റ്റി ഡിക്ലെയർ ചെയ്യുമ്പോൾ പലപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് ഇല്ലീഗൽസായി ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ പുറത്തേക്ക് വരുന്നത്. അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവർക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് നാട്ടിലേക്ക് അയക്കേണ്ട ഉത്തരവാദിത്വം കൺസുലേറ്റിൻ്റെയാണ്. അതെല്ലാം ഇമിഗ്രേഷനുമായിട്ട് ക്ലോസായിട്ട് വർക്ക് ചെയ്താലേ അയക്കാൻ പറ്റുള്ളൂ. അതെല്ലാം ചെയ്യാൻ സാധിച്ചിരുന്നു ആ സമയത്ത്. UAE-യിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഷെയ്ഖാണ് ഷെയ്ഖ് നഹിയാൻ. അദ്ദേഹത്തെ പീപ്പിൾസ് ഷെയ്ഖ് എന്നാണ് പറയുന്നത്. അദ്ദേഹവും ഇന്ത്യയോട് വളരെ അടുത്ത ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ്, വളരെയധികം സ്നേഹമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തോടും അദ്ദേഹത്തെ സ്ഥിരമായി ചെന്ന് കാണുകയും അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ, നമുക്ക് ക്രിമറ്റോറിയത്തിന് ലാൻഡ് വേണം, അമ്പലത്തിന് ലാൻഡ് വേണം എന്നെല്ലാം അദ്ദേഹത്തിനോട് പല ആവശ്യങ്ങളും പല പ്രാവശ്യമായി ചെന്ന് വയ്ക്കുകയും അദ്ദേഹത്തിലൂടെ അത് സാധിച്ച് എടുക്കുകയും ചെയ്യാൻ അവസരമുണ്ടായി. ഞാൻ UAE-യിൽ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് UAE-യെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ഇത് സാധാരണമാണ്. നമുക്ക് ഇന്ത്യയെ ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യവും ഇത്രയധികം നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ UAE-യെക്കുറിച്ചും ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ചും അവരുടെ സമൂഹത്തെക്കുറിച്ചും എല്ലാം നമ്മുടെ അറിവ് വളരെ കുറവാണ്. നമ്മളെല്ലാവരെയും ഒരു സ്റ്റീരിയോ ടൈപ്പിലാണ് കാണുന്നത്. ഒരു സൗദി അറേബ്യ വളരെ കൺസർവേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്, ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് ആണ് എന്നെല്ലാമാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. UAE ചെന്നപ്പോൾ എനിക്ക് വലിയൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. ഒന്ന്, അവരെത്ര പ്രോഗ്രസീവായിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. അവർ തന്നെ അഭിമാനത്തോടു കൂടി പറയുന്നത് UN-ലെ അംഗങ്ങളെക്കാൾ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നും അവിടെ ജനങ്ങളുണ്ട് എന്നുള്ളതാണ്. അവരെല്ലാവരെയും ഒരുപോലെ അവർ വെൽക്കം ചെയ്യുന്നു. അവിടെ അമ്പലങ്ങളുണ്ട്, 50 തൊട്ടേ അവിടെ അമ്പലങ്ങളുണ്ട്, അവിടെ പള്ളികളുണ്ട്, അവിടെ ജൂയിഷ് സിനഗോഗുണ്ട്, സിഖ് ഗുരുദ്വാരയുണ്ട്. ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയുടെ ഒരു ഐഡിയലാണ് UAE. അതും ഇന്ന് തുടങ്ങിയതല്ല. ഇതെല്ലാം അവരുടെ കഴിഞ്ഞ ജനറേഷൻ ലീഡർഷിപ്പ്, ഷെയ്ഖ് റാഷിദും ഷെയ്ഖ് സായദും ഉണ്ടായിരുന്ന സമയത്ത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഷെയ്ഖ് റാഷിദാണ് ആദ്യം അവിടെ ഒരു ഹിന്ദു ടെമ്പിൾ ദുബായിൽ ഉണ്ടാക്കാനായിട്ട് അനുവാദം നൽകിയത്. അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിലും
UAE ഗവൺമെൻറ്റിൽ ഒരുപാട് സ്ത്രീകൾ ഉന്നത സ്ഥാനങ്ങളിലുണ്ട്. അവരെല്ലാവരും നല്ല വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. UAEക്കുള്ളിലാണെങ്കിലും വിദേശത്താണെങ്കിലും. കഴിവുള്ള ഒരു സ്ത്രീക്ക് പെട്ടെന്ന് പ്രൊമോഷൻസ് കിട്ടുകയും ഒരു മിനിസ്റ്ററൊക്കെ ആയിട്ട് വരാൻ സാധിക്കുന്നു. അവർ നമ്മളുമായി ഇൻട്രാക്ട് ചെയ്യാനും മിങ്കിൾ ചെയ്യാനും ഒന്നും യാതൊരു മടിയും കാണിക്കാതെ അവർ സമൂഹത്തിൻ്റെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഗൾഫിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ രാജ്യത്തിനും അതിൻ്റേതായ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒമാനാണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഖത്തറാണെങ്കിലും UAE ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും സൗദി ആണെങ്കിലും ഇവയെല്ലാം വ്യത്യസ്തമായ രാജ്യങ്ങളാണ്. അവർക്ക് അവരുടെ ചരിത്രമുണ്ട്, അവരുടെ യുണീക്നെസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും മലയാളികൾ അറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യയോട് എത്രത്തോളം സ്നേഹം അവർ പുലർത്തുന്നു, എത്ര ഇന്ത്യയെ അവരറിയുന്നു. അവരുടെ മുൻ തലമുറ ഇന്ത്യയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലാണ് വന്നിരുന്നത്, മെഡിക്കൽ ഫെസിലിറ്റീസിന് ഇന്ത്യയിലാണ് വന്നിരുന്നത്. അവരാദ്യകാലം അവരുടെ ട്രേഡിങ്, അവർ പേൾസ് അവിടെ ഡിസ്കവർ ചെയ്തപ്പോൾ അവരുടെ ട്രേഡിങ് ഇന്ത്യയുമായിട്ടായിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ റുപ്പിയും ഇന്ത്യൻ കോയിൻസും എല്ലാം അവിടെ കറൻസി ആയിരുന്നു. അവരുടെ സെക്യൂരിറ്റി ഇന്ത്യൻ നേവിയാണ് നോക്കിയിരുന്നത്. അങ്ങനെ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് അവർ ഓയിൽ ഡിസ്കവർ ചെയ്തിട്ടാണ് കൂടുതൽ വെസ്റ്റിന് ഫോക്കസ് ചെയ്ത്. പിന്നെ അവരിപ്പോഴും തമാശയായിട്ട് അവരിൽ പലരും പറയും, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫോറിൻ മിനിസ്ട്രിയിലെ ഉദ്യോഗസ്ഥനെ ചെന്ന് കണ്ടപ്പോൾ പുള്ളി വളരെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, മൈ ഫാദർ യൂസ് ടു ബി എ ഗോൾഡ് സ്മഗ്ലർ ആൻഡ് ഹി യൂസ് ടു കം ടു ഇന്ത്യ റെഗുലർലി. അവരുടെ നോട്ടത്തിൽ നമ്മൾ ഗോൾഡ് ഇമ്പോർട്ട്സ് നിരോധിച്ചിരുന്നപ്പോൾ അത് ഇന്ത്യയുടെ ഒരു നിയമമാണ്. പക്ഷെ അവരെന്നും ഗോൾഡ് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ അനുവദിച്ചിരുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഗോൾഡ് സ്മഗ്ലിംഗ് ഇന്ത്യയിൽ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഗോൾഡ് അയച്ചു കൊടുക്കുന്നതിൽ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവിടുത്തെ വലിയ ബിസിനസ്സുകാർ പലരും അവരുടെ ആദ്യത്തെ പണം ഗോൾഡ് സ്മഗ്ലിങ്ങിൽ നിന്നാണ് ഉണ്ടാക്കിയിരുന്നത്. അതെല്ലാം ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും ഈ UAEയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അടുത്ത ബന്ധം മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന്. അങ്ങനെയാണ് എൻ്റെ ആ UAE കാലഘട്ടത്തിൽ ഞാൻ ഇന്ത്യ ആൻഡ് ദ UAE ഇൻ സെലിബ്രേഷൻ ഓഫ് എ ലെജൻഡറി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു പുസ്തകം തയ്യാറാക്കുകയുണ്ടായി. ഞാൻ UAEയിലെ പോസ്റ്റിംഗ് കഴിയുന്നതിന് ഏറ്റവും അവസാന ഘട്ടത്തിൽ അവിടെ വെച്ച് ആ പുസ്തകം റിലീസ് ചെയ്തു. ഷെയ്ഖ് നഹ്യാനാണ് ആ പുസ്തകം റിലീസ് ചെയ്തത്. ഒരു ഭാഗ്യത്തിന് ആ സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ E. അഹമ്മദും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും അവിടെ ഉണ്ടായിരുന്നു. അവരും ആ ചടങ്ങിൽ പങ്കെടുത്തു. അങ്ങനെ വളരെ വിപുലമായ ഒരു ചടങ്ങിൽ പുസ്തകം റിലീസ് ചെയ്തു. അത് ഇന്നും ഇന്ത്യ UAE ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ഏറ്റവും ആധികാരികമായ ഒരു പുസ്തകമായി നിലനിൽക്കുന്നു. അതിനുശേഷം അതിനെ മലയാളത്തിൽ വിവർത്തനം ചെയ്തു. അത് ശ്രീ വയലാർ-രവി കൊച്ചിയിൽ വെച്ച് റിലീസ് ചെയ്തു. അത് അറബിക്കിലും വിവർത്തനം ചെയ്ത് അറബിക്കിൽ അത് അവൈലബിൾ ആണ് ഇന്ന്. അങ്ങനെ ഇന്ത്യ UAE ബന്ധങ്ങളെക്കുറിച്ച് ഒരു പെർമനൻറ്റ് റെക്കോർഡ് കൂടി ഉണ്ടാക്കുവാനും ചരിത്രത്തിന് അല്ലെങ്കിൽ അടുത്ത ജനറേഷന് വേണ്ടി നൽകുവാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയിരുന്നു, ഒരുപാട് പിന്തുണ നൽകിയിരുന്നു. കൺസുലേറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് പരിപാടികൾ നടത്തിയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 60ാം വാർഷികം ആ സമയത്തായിരുന്നു. അത് വളരെ വിപുലമായി കൺസുലേറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ച് ഒരു വിജയമാക്കിയിരുന്നു. എൻ്റെ ആ ഒരു ജൂറിസ്ഡിക്ഷനിൽ അന്നത്തെ UAEയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ, ദുബായും മറ്റ് എമിറേറ്റ്സിലും ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ കരുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ പൗരൻ ശ്രീ MF ഹുസൈൻ ആയിരുന്നു. ശ്രീ MF ഹുസൈൻ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ചിത്രകാരനായിരുന്നു.
പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം എൻ്റെ വീട് സന്ദർശിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഞാൻ എഴുതിയ ഇന്ത്യ UAE ഇൻ സെലിബ്രേഷൻ ഓഫ് എ ലെജൻഡറി ഫ്രണ്ട്ഷിപ്പ് എന്ന പുസ്തകത്തിന് ഒരു പ്രത്യേകം കവർ അദ്ദേഹം എനിക്ക് വേണ്ടി വരച്ച് തന്നു. വളരെ അപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണത്. ശ്രീ MF ഹുസൈൻ ഇന്ത്യയിലെ ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെ ഭീഷണി ഭയന്നാണ് UAEയിലേക്ക് മാറിയത്. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിനെ ചൊല്ലി അദ്ദേഹത്തിനെതിരെ ഇന്ത്യക്കൊട്ടാകെ കേസുകൾ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം 90 കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഇന്ത്യയിലേക്ക് തിരിച്ച് വരാത്തത്? ഞാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് സംസാരിക്കാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഇന്ത്യ ഗവൺമെൻറ് നൽകും. നിങ്ങളെപ്പോലെ പ്രഗത്ഭനായ ഒരു ഇന്ത്യക്കാരൻ വിദേശത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല, അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന് ഹിന്ദുയിസം നന്നായിട്ട് അറിയാം, ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് നന്നായിട്ട് അറിയാം, ഹിന്ദുയിസത്തെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്നും അകന്നു നിൽക്കുന്നത് തെറ്റാണ് എന്ന തോന്നലോടുകൂടി ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്ന്. എന്നാൽ അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ എന്ത് അഷുറൻസ് തന്നാലും, ഗവൺമെൻറ് എന്ത് അഷുറൻസ് തന്നാലും, ആരെങ്കിലും ഒരു ജഡ്ജി ഇന്ത്യയിൽ എവിടെയെങ്കിലും എനിക്കെതിരെ ഒരു അറസ്റ്റ് വാറൻറ്റ് ഇഷ്യൂ ചെയ്യുകയും പോലീസുകാർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ 90-ാം വയസ്സിൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. എനിക്കിവിടെ ജീവിതം സ്വസ്ഥമാണ്, എനിക്ക് വരയ്ക്കാം, എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാം. ഇവിടുത്തെ ആൾക്കാർ എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്, അവരോടൊപ്പം ഞാൻ ജീവിക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ള ഒരു നാടകം ബോംബെയിൽ പണ്ട് എൻ്റെ ഫാൻസും എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ സ്റ്റേജ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ കോപ്പിയുണ്ട്, അത് കാണാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു സന്തോഷത്തോടുകൂടി തീർച്ചയായും എനിക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അത് കണ്ടു. ആ നാടകം അതിമനോഹരമായിട്ടാണ് ശ്രീ ഹുസൈൻ്റെ ജീവിതം വിവരിക്കുന്നത്. വളരെ പാവപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും ചുവരെഴുത്തിൽ ചെയ്തിരുന്ന ഒരാളിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ആർട്ടിസ്റ്റായി മാറിയ ആ ഒരു കഥയും, പ്രത്യേകിച്ചും അദ്ദേഹം എത്രത്തോളം ഒരു സെക്യുലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം എന്നും കുട്ടിക്കാലം തൊട്ടേ എല്ലാ ഹിന്ദു ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കുകയും ഹിന്ദുക്കളോട് അടുത്ത് ഇടപഴകുകയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഹിന്ദു കമ്മ്യൂണിറ്റിയും ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു വ്യക്തിയുടെ ജീവിതം കൂടുതൽ ആൾക്കാരറിയണം, കൂടുതൽ ആൾക്കാരിൽ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ദുബായിലെ പല പ്രധാനപ്പെട്ട കമ്പനീസിനോടും ഇതുപോലത്തെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടും ഞാൻ അഭ്യർത്ഥിച്ചു, ഈ നാടകം നമുക്ക് തിരിച്ച് കൊണ്ടുവരണം. ബോംബെയിലുള്ള ആ തിയേറ്റർ ഗ്രൂപ്പിനെ ദുബായിൽ കൊണ്ടുവരികയും വലിയ രീതിയിൽ ഒരു പെർഫോമൻസ് ഇവിടെ ഓർഗനൈസ് ചെയ്ത് വലിയൊരു ഓഡിയൻസിനെ, നമുക്ക് അറബ്സും ഇന്ത്യൻസിൻ്റെയും ഒരു ഓഡിയൻസിനെ വിളിച്ച് അവർക്ക് ശ്രീ MF ഹുസൈൻ്റെ കഥ നമ്മൾ പറയണം, ജീവിതത്തിൻ്റെ കഥ നമുക്ക് പറയാൻ സാധിക്കണം. നമുക്ക് MF ഹുസൈനോട് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ടായിരിക്കും അത്. ഒരുപാട് പേര് ഈ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് പേര് മടിച്ചു നിന്നു. അവസാനം ഒരു ഇൻ്റർനാഷണൽ ബാങ്ക് ഞാൻ കണ്ടുപിടിച്ചു, അവർ സപ്പോർട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചു. ഞങ്ങൾ വേണ്ട തയ്യാറെടുപ്പെല്ലാം തുടങ്ങി. തിയേറ്റർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടു, അവർ വരാനുള്ള ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. ലാസ്റ്റ് മിനിറ്റിൽ ആ ബാങ്ക് വീണ്ടും ബാക്ക് ഔട്ട് ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് നമുക്ക് ഇന്ത്യയിലും ബ്രാഞ്ചസ് ഉണ്ട്, അപ്പോൾ ഇങ്ങനെ MF ഹുസൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാൽ ആ ബ്രാഞ്ചസ് എല്ലാം അപകടത്തിലാവും, അവ അറ്റാക്ക് ചെയ്യപ്പെടും. അതിനു മുമ്പ് ഡെമോൺസ്ട്രേഷൻസും പ്രൊട്ടസ്റ്റും എല്ലാം ഉണ്ടാവും. അത് ആ ബാങ്ക് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ വിഡ്രോ ചെയ്തു. അപ്പോൾ അതോടുകൂടി ആ പ്രോജക്റ്റ് ആകെ കൊളാപ്സ് ചെയ്തു. ഇന്നും എനിക്കുള്ള വലിയൊരു ദുഃഖം
പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. MF ഹുസൈന് ദുബായിൽ വെച്ച് അങ്ങനെ വലിയൊരു ട്രിബ്യൂട്ട് നൽകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം സ്ഥിരം എംബസിയിലെ എല്ലാ ഫങ്ഷൻസിനും വരുമായിരുന്നു, എംബസിയിൽ വരുമായിരുന്നു. അവിടെ എല്ലാമുള്ള ചിലരൊക്കെ വന്ന് പറയും, നിങ്ങൾക്കറിയാമല്ലോ ഇദ്ദേഹം കോൺട്രവേഴ്ഷ്യലാണ്, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നൊക്കെ. പക്ഷെ ഞാൻ അതൊന്നും വകവയ്ക്കാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യയുടെ ഏറ്റവും കഴിവുള്ള, ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാത്രമേ ഞാൻ അദ്ദേഹത്തെ കാണാൻ തയ്യാറായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അവസാനം മരിച്ചപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു ദുഃഖം എന്നെ വല്ലാതെ അലട്ടി. ഞാൻ അന്ന് ബെനസീറിനോട് ചോദിച്ചു, എങ്ങനെ തിരിച്ചു പോകാനുള്ള ഈ തീരുമാനം എടുത്തു? ഇത് ഡേഞ്ചറസ് അല്ലേ, നിങ്ങളുടെ ജീവിതം അപകടത്തിലല്ലേ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഡേഞ്ചറസ് ആണ്, ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു തീർച്ചയില്ല. പക്ഷെ എനിക്ക് വേറെ മാർഗമില്ല. എൻ്റെ രാജ്യത്തിന് ഞാൻ ആവശ്യമാണ്, എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് തിരിച്ചു പോയേ പറ്റൂ എന്ന് അവർ വളരെ അധികം ഇമോഷൻസോടുകൂടി പറഞ്ഞത് എനിക്ക് എന്നും ഓർമ്മയുണ്ട്. അതിനുശേഷം സങ്കടകരമെന്ന് പറയട്ടെ, അവർ പാകിസ്ഥാനിലേക്ക് തിരിച്ചു ചെന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു ബോംബ് ബ്ലാസ്റ്റിൽ അവർ മരണപ്പെടുകയുണ്ടായി.